Hey all friends, welcome to MTM Political Talk. അപ്പോൾ വി ഡി സതീശൻ മന്ത്രിസഭ നാളെ അധികാരമേൽക്കാൻ പോവുകയാണ്. ടീം VDS എന്തായാലും ചർച്ചകളൊക്കെ പൂർത്തീകരിച്ചു. മന്ത്രിസഭ അതിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഏതായാലും കേരളത്തിലെ ജനങ്ങൾ വലിയ ഒരു ഭൂരിപക്ഷത്തിനാണ് ഈ മന്ത്രിസഭയെ, ഈ നിയമസഭാ ഇലക്ഷനിൽ UDF-നെ വിജയിപ്പിച്ചത്. ആ ഒരു യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ട്, കാരണം നമ്മൾ ഇതിന് മുൻപ് കുറെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ടു. മുഖ്യമന്ത്രി ചർച്ച, ഡൽഹി യാത്രകൾ, മാരത്തൺ ചർച്ചകൾ, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ട് അത് ആസ്വദിച്ചവരും ആസ്വദിക്കാത്തവരും ഒക്കെയുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തായാലും 21-അംഗ മന്ത്രിസഭ നാളെ അധികാരം ഏൽക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പുകളുടെ വീതം വെപ്പും ഒക്കെ നമ്മൾ പ്രധാനമായും കണ്ടതാണ്. ഒരു പ്രധാന ഗ്രൂപ്പും ഒരു ന്യൂനപക്ഷ ഗ്രൂപ്പും ഒരു മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഔദ്യോഗിക വിഭാഗം അങ്ങനെയും പറയാം. ഏതാണെങ്കിലും വീതം വെപ്പിൽ അവർക്ക് ലഭിച്ച അംഗീകാരം, അർഹത എന്തൊക്കെ മാനദണ്ഡം അനുസരിച്ചായാലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല ഒരു സൽഭരണമാണ്. കാരണം 10 വർഷത്തെ ഇടതുപക്ഷ സർക്കാർ ജനങ്ങളോട് ചെയ്ത ഈ ദ്രോഹങ്ങൾക്കൊക്കെ എതിരെ ഒരു നല്ല ഭരണം, അതിന് പ്രതികാരം ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു നല്ല ഭരണം ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇന്ന് ലോകം വളരെ അസ്ഥിര കാലാവസ്ഥയുടെ ഒക്കെ കടന്നു പോകുകയാണ്, ലോകമൊട്ടുക്കും. അപ്പോൾ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് പരമാവധി ജനങ്ങളുടെ ക്ഷേമത്തിനായി വിലക്കയറ്റം പിടിച്ചു നിർത്തുകയും, വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പറഞ്ഞ സംസ്ഥാന ഗവൺമെന്റിന് പരിമിതികളുണ്ട്. എന്നാലും ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ കൊണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്തി സാധാരണ ജനങ്ങളുടെ നിത്യജീവിതത്തിന് ആവശ്യമായ വൻ വികസന പരിപാടികൾ വേറെ അവിടെ നിൽക്കട്ടെ, സാധാരണ ജനങ്ങളുടെ നിത്യജീവിതത്തിന് ആവശ്യമായ ഹെൽപ്പുകൾ പരമാവധി ചെയ്തുകൊണ്ട് ഒരു നല്ല ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് വീതം വെപ്പ് ഒക്കെ ഏകദേശം അവസാനിച്ചു. ഇനി ഗ്രൂപ്പ് വീതം വെപ്പിന്റെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം ഇനി ബോർഡ് കോർപ്പറേഷൻ വീതം വെപ്പുകളൊക്കെ വരാൻ കിടക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ അസ്വാരസ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭരണസ്തംഭനത്തിലേക്ക് പോകും. അപ്പൊ ഒരു ഭരണസ്തംഭനം ഒരിക്കലും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ വെറുക്കപ്പെടും. ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയിലൊക്കെ ജനങ്ങൾ ഒരുപാട് അസ്വസ്ഥരായിരുന്നു എങ്കിലും അത് പിന്നെ ഒക്കെ ഇപ്പോൾ പരിഹരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ജനങ്ങൾ കുറച്ചൊക്കെ ആ ജനാധിപത്യത്തിന്റെ എന്നൊക്കെ പറഞ്ഞ്, ജനാധിപത്യത്തിന്റെ മര്യാദ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് അത് ഒരുവിധം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനിയും ഈ ജനാധിപത്യത്തിന്റെ മര്യാദകള് എന്ന് പറഞ്ഞ് ഇത്തരം അലമ്പ് പരിപാടികളുമായി വരരുത്. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു ഭരണമാണ്. അതിനുവേണ്ടിയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ UDF-നെ വിജയിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് ഒരു നല്ല പ്രവർത്തനം നടത്താൻ ഈ സർക്കാരിന് സാധിക്കണം. കാരണം ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. വിദേശ പ്രവാസികളാണ് കാര്യമായിട്ട് കേരളത്തിന്റെ വരുമാന സ്രോതസ്. ആ പ്രവാസികൾക്കാണ് ഇന്ന് കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കുടിയേറ്റ ഇഷ്യൂവും യുദ്ധഭീഷണികളും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ആൾക്കാർ തിരിച്ചു വരാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടി സാധാരണക്കാർക്ക് വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പെട്രോൾ ഡീസൽ വില കുറക്കാനും ഇതൊന്നും പരിമിതമായ രീതിയിലെ സംസ്ഥാനത്തിന് സാധിക്കുള്ളൂ. സംസ്ഥാനത്തിന് കിട്ടുന്ന ടാക്സ് കുറക്കുക എന്നതിനപ്പുറമൊന്നും സാധിക്കില്ല. എങ്കിലും മറ്റുള്ള രീതികളിലൊക്കെ ജനങ്ങളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ സാധിക്കും. നിത്യജീവിതത്തിന് വേണ്ടത് വൻ വികസനമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. നിത്യജീവിതത്തിന് വേണ്ട ജനങ്ങളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ ഈ സർക്കാരിന് സാധിക്കും, അതെല്ലാം ചെയ്ത് നല്ല ഒരു ഭരണം. ഇനി ബോർഡ് കോർപ്പറേഷൻ ഭാഗം വെപ്പിന്റെ പേരിലും മറ്റുള്ള ഭാഗം വെപ്പിന്റെ പേരിലും തമ്മിലടിച്ചു കഴിഞ്ഞാൽ
ജനങ്ങൾ വെറുതെ വിടില്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുക. കാരണം അത്രയും വലിയ ഒരു ഭൂരിപക്ഷം തന്നിട്ടാണ് UDF വിജയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഭരിക്കുവാൻ ഗ്രൂപ്പ് മാനേജർമാരും അതിന് അനുവദിക്കേണ്ടതുണ്ട്. ഗ്രൂപ്പ് മാനേജർമാരുടെ അമിതമായ ഇടപെടൽ ഇനി അനുവദിച്ചു കൊടുത്തുകൂടാ. ഹൈക്കമാൻഡ് രൂപത്തിലുള്ള ഗ്രൂപ്പ് മാനേജറും വേറൊരു ഗ്രൂപ്പ് മാനേജറും ഒക്കെ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ഒരു പരസ്യമായ രഹസ്യമാണ്. അപ്പൊ ഇതിലൊന്നും ആർക്കും അതിനെ മൂടി വെക്കാൻ സാധ്യമല്ല. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കോൺഗ്രസ്സുകാർക്കും അറിയാം, കോൺഗ്രസ്സുകാരല്ലാത്തവർക്കും അറിയാം. അപ്പൊ ഇത്തരം ഗ്രൂപ്പുകാരൊക്കെ ഒരു ഭരണം നല്ലതാവാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഭരണം നല്ലതല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പിനൊന്നും വലിയ പ്രാധാന്യമില്ല. ആദ്യം AI ഗ്രൂപ്പുകളുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാലും അത് ഭാഗം വെപ്പ് തന്നെയാണ് തീർച്ചയായിട്ടും. 20 സീറ്റ് 20 മന്ത്രിസ്ഥാനം ഉണ്ടെങ്കിൽ 10 ഇതാണ് ആ കാലത്തെ ഭാഗം വെപ്പ്. അപ്പൊ ആ 10ന്റെ കാര്യം അപ്പുറത്ത് തീരുമാനിച്ചു വരും, ഈ 10ന്റെ കാര്യം ഇപ്പുറത്ത് തീരുമാനിച്ചു വരും, എന്നിട്ടൊരു ലിസ്റ്റ് നമ്മളെ മുന്നിൽ കൊണ്ടുവരും. ഇതാണ് അന്നും ഉണ്ടായിരുന്നത്. ഇന്നും അതിൽ വ്യത്യസ്തമല്ല കാര്യങ്ങളൊന്നും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ചർച്ചകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഒരു കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത്, തീർച്ചയായും ജനങ്ങൾ തന്ന ഈ അംഗീകാരം അത് അർഹിക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുവാൻ കോൺഗ്രസ് സർക്കാരിന്, UDF സർക്കാരിന് സാധിക്കണം. ആ സാധിക്കണമെങ്കിൽ ഈ ഗ്രൂപ്പുകളുടെ അതിപ്രസരം തടഞ്ഞേ പറ്റൂ. ഹൈക്കമാൻഡിന്റെ ശക്തമായ ഇടപെടലും ഇതിനാവശ്യമാണ്. ഗ്രൂപ്പുകൾ ഇനി അമിതമായി ഇതുവരെ പെട്ട ഇടപെടലുകളൊക്കെ കഴിഞ്ഞു. ഇനി അമിതമായ ഒരു ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ ഭരണം സ്തംഭനത്തിലേക്ക് പോകും. അപ്പോ അല്ലാതെ തന്നെ ഭരണത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പരിമിതികളും ഉണ്ട്. കാരണം ഫണ്ടുകളൊക്കെ കിട്ടേണ്ടതും കാലിയായ ഖജനാവ് എന്നൊക്കെയാണ് അതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. കൃത്യമായി അതിന് ഗവൺമെന്റ് അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തുവിടുമ്പോഴായിരിക്കും ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വലിയൊരു സാമ്പത്തിക ഒന്നുമുള്ള ഘടനകളല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായും അത് ഗ്രൂപ്പുകളുടെ അതിപ്രസരം കൂടി വന്നു കഴിഞ്ഞാൽ ഭരണം പൂർണ്ണ സ്തംഭനത്തിലേക്ക് പോകും. അപ്പൊ ഭരണം പൂർണ്ണ സ്തംഭനത്തിലേക്ക് കൊണ്ടുപോകാതെ നല്ല ഒരു ഭരണം കാഴ്ചവെക്കേണ്ടത് ഹൈക്കമാൻഡിന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ ഗ്രൂപ്പുകളുടെ അതിപ്രസരം ഹൈക്കമാൻഡ് കൂടി ഇടപെട്ട് തടഞ്ഞേ പറ്റൂ. ആവശ്യത്തിനൊക്കെ ഗ്രൂപ്പ് കളിച്ചു കഴിഞ്ഞു. ഇനി ഈ ഗ്രൂപ്പുമായി മുന്നോട്ട് വന്നാൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങി അതിനെ നേരിടും എന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി ചർച്ചയിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇനിയുള്ള അമിതമായി ഗ്രൂപ്പ് ഇടപെടൽ നടത്തിയാൽ അതിനും സാധാരണ പ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആഗ്രഹിക്കാത്ത, പാർട്ടിയെ സ്നേഹിക്കുന്ന പ്രവർത്തകരാണ്. അധികാരം, സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കാത്ത, എന്നാൽ പാർട്ടിയെ പൂർണ്ണമായും സ്നേഹിക്കുന്ന പ്രവർത്തകരാണ് സാധാരണ പ്രവർത്തകർ. അവർ തീർച്ചയായും ഇടപെടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഏതായാലും നല്ലൊരു ഭരണം കാഴ്ചവെക്കുവാൻ ഈ VDS ടീമിന് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നല്ല ഒരു ഭരണം 5 വർഷം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായും. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.